ഗുരുവിന്റെ ഗുരുവാകാൻ നീ ശ്രമിക്കാതിരിക്കൂ. ആ സാധുസ്ത്രീ എലീശായ്ക്ക് വേണ്ടി അവൻ അങ്ങനെ ചെയ്തെങ്കിൽ അതിന്റെ അർത്ഥം അതാണ് ശരിക്കും ചെയ്യേണ്ടതെന്നാണ്. പാമ്പുകൾ ചീറ്റുകയും തുപ്പുകയുമെല്ലാം ചെയ്തുകൊള്ളട്ടെ, നീ ഒരു ഇടക്കാരന്റെ പണിക്ക് പോകാതിരിക്കൂ. അവന്റെയും അവരുടെയും ഇടയ്ക്ക് നിൽക്കാൻ പോകണ്ട. എല്ലാറ്റിലും ഉപരിയായി അവന്റെ കൂടെ ചേർന്നിരിക്കുന്നത് നിനക്ക് കുറവാണെന്ന് വിചാരിക്കാതിരിക്കൂ. ഭാവിയിൽ ഒരു ജലദോഷം പോലും അവൻ സുഖപ്പെടുത്തുന്നില്ലെന്ന് വിചാരിക്കൂ. എന്നാലും അവൻ എപ്പോഴും ശക്തനാണ്. അവന്റെ വചനം തുടർച്ചയായിട്ടുള്ള ഒരത്ഭുതമാണ്. നിന്റെ മനസ്സിന് വിശ്രമം നൽകൂ. വില്ലാളികളാരും നമ്മുടെ പിന്നിലില്ല. നീ വിഷമിക്കേണ്ട. ഈശോ ഈശോയാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ നമ്മൾ വിജയിക്കും. ഒന്നടങ്ങൂ. മേരി നിന്റെ അമ്മയുടെ പക്കലേക്ക് വരുമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വരും. ഇതിനിടെ